നമ്മുടെ ചാനൽ വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് റിവ്യൂ വീഡിയോസ് ആയിരിക്കും ഇത്. കാരണം 1699 അതിൽ കുറഞ്ഞ പ്രൈസിന് ഇറക്കിയിരിക്കുന്ന ഈ ഒരു OnePlus Nord Buds 3R. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം പല സാധനങ്ങളും ഇതിനകത്ത് മിസ്സിംഗ് ആണ്, എന്നാൽ പല സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട്. സോ ഈ ഒരു പൈസ മുടക്കി ഇത് വാങ്ങിക്കണോ വേണ്ടയോ, ആര് വാങ്ങിക്കും, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഇതിനകത്ത് മിസ്സിംഗ്, ഓവറോൾ കൊള്ളാവോ വിശദമായിട്ട് നോക്കാം. ഈ ഒരു പാക്കറ്റിലാണ് നമ്മുടെ ഇയർഫോൺ വരുന്നത്. ഈ TWSM കേസും ഉണ്ട്. അടിയിലായിട്ട് നിങ്ങൾക്ക് യൂസർ മാനുവൽ കം വാറണ്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് യൂസർ മാനുവൽ ആക്ച്വലി ഇല്ല. ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്, സ്കാൻ ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണം. ബട്ട് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഒരു സ്മൈലിയുടെ സ്റ്റിക്കറും വരുന്നുണ്ട്. സ്മോൾ ആൻഡ് ലാർജ് എക്സ്ട്രാ ഇയർ ടിപ്സും കിട്ടുന്നുണ്ട്. ശരി, ബഡ്സിൻ്റെ കേസ് വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നോർമലി നമ്മൾ കാണുന്ന റൗണ്ടഡ് എഡ്ജസ് അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജസിൽ കുറച്ച് ഷാർപ്പായിട്ടുള്ള എംബോസ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ OnePlusന്റെ ലോഗോ ചെറുതായിട്ട് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് USB Type-C പോർട്ട് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ കേസ് നല്ല സ്റ്റേഡിയാണ് കേട്ടോ, ഷേക്കും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് എടുത്ത് നമ്മൾ ബഡ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അതും സെയിം മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ടച്ച് ഏരിയ പെട്ടെന്ന് കണ്ടുപിടിക്കാനായി അവിടെ ഒരു ചെറിയൊരു കുഴി പോലെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് മൈക്കും ചാർജിങ് പിൻസും വരുന്നത്. ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ പാട്ട് കേട്ടു തുടങ്ങി. ഇയർ ടിപ്സ് ഓവൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തുള്ളത് മീഡിയം ഇയർ ടിപ്സ് ആണ്. സ്മോളും ലാർജും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ബോക്സിനകത്ത് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ചാർജ് ചെയ്യാനുള്ള Type-C കേബിൾ മാത്രം ബോക്സിലില്ല. സോ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ചില നല്ല കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. സോ എന്തൊക്കെയാണ് നല്ല കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഡീഫോൾട്ട് ആയിട്ട് ഇത് നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന സൗണ്ടിലുണ്ടല്ലോ ഒരു സറൗണ്ട് എഫക്റ്റ് ഉണ്ട്. ഇതിനവർ 3D ഓഡിയോ എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് 3D ഓഡിയോ എന്ന് പറയാൻ പറ്റില്ല. അതായത് മൊത്തത്തിലൊരു ഫുള്ളറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഡീഫോൾട്ട് സിഗ്നേച്ചർ ലേശം ബേസ് കൂടിയതായിട്ടാണ് കിടക്കുന്നത്. ബട്ട് അങ്ങനെയല്ല കേട്ടോ, ബേസ് പവറിംഗ് അല്ല, ബേസ് ഉണ്ട്. ബേസോ ബാസോ എന്താ വെച്ചാൽ നിങ്ങൾ വിളിച്ചോ, ശരിക്കും ബേസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ബേസ് പവറിംഗ് ആണ്, എന്നാൽ നിങ്ങൾക്ക് മിഡ്സും ഹൈസും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിനകത്ത് വലിയ ഡ്രൈവറല്ലേ വരുന്നത്, 12.4 mm. ബട്ട് നിങ്ങൾക്ക് അത്രയും പവറിംഗ് ആയിട്ടുള്ള ബേസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഹേയ് മെലഡി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സെറനൈഡ് എന്ന് പറഞ്ഞൊരു EQ ഇട്ടാൽ മതി. അത് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോ കിട്ടും. അതിൻ്റെ ആക്ച്വലി ബാലൻസ്ഡ് ആണ്, ബേസ് കുറച്ച് കൂടിയിട്ടുള്ളത്. സെറനൈഡ് ആണ് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്രൊഫൈൽ. ഇനി നല്ല തമ്പിങ് ആയിട്ടുള്ള ബേസ് വേണമെന്നുള്ളവർക്ക് ബേസ് എന്നുള്ള മോഡിലേക്ക് വിടാം കേട്ടോ, അതും നല്ലത് തന്നെയാണ്. അല്ലാണ്ട് അധികം ഓപ്ഷൻസ് ഒന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാനില്ല. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെയർ ആവുന്നുണ്ട്. ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ ടെക്നോളജി ഉണ്ട്. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് പോയിന്റ് എനിക്ക് തോന്നുന്നു ഇത്രയും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന വേറെ TWS ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റ് നിങ്ങൾ ബഡ്സ് ഇങ്ങനെ വെച്ചിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാണല്ലോ 8 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് നിൽക്കും. 8 മണിക്കൂർ കേസില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബേസിക്കലി നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മീറ്റിംഗ്, ഒരുപാട് നേരം മീറ്റിംഗ് കൂടുന്നവർ, കുറേ നേരം ഇയർഫോൺ കണക്ട് ചെയ്ത് ചെയ്യുന്ന ജോലികളുണ്ട്, ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്നവർ, അങ്ങനത്തെ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇത്. കേസ് ഉൾപ്പെടെ നിങ്ങൾക്ക് 54 മണിക്കൂറിന് ഒരു ബാറ്ററി ബാക്കപ്പാണ് പ്രോമിസ് ചെയ്യുന്നത്. പിന്നെ ആപ്പിനകത്ത് ഗെയിമിംഗ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കാൻ പറ്റും. ബ്ലൂടൂത്ത് 5.4 ആയതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് വെർഷൻ ആണ്. നല്ലൊരു ട്രാൻസ്മിഷൻ ഉണ്ടെന്നുള്ളതുകൊണ്ട് 47 millisecond ലോ ലേറ്റൻസി മോഡാണ്. അഗെയിൻ ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ TWS അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല, എങ്കിലും ആ ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. ഇയർഫോൺസ് IP55 റേറ്റഡ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മഴയൊക്കെ ചെറുതായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ പോലും ഇയർഫോൺസിന് കേട് വരില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ടച്ചും വർക്ക് ചെയ്യുന്നുണ്ട്. വെറ്റായിട്ടുള്ള സമയത്ത് പോലും ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ 2 ഡിവൈസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, 2 ഫോണോ 2 ലാപ്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പും ഫോണും ആയിക്കോട്ടെ, ആ 2 ഡിവൈസുകൾ ഒരേ സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റും. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഉണ്ട്. ആപ്പിനകത്ത് ആക്ച്വലി കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതൊക്കെ ഡിവൈസിലാണ് ഇത് കണക്ട് ആയിരിക്കുന്നതെന്ന്. അതിന് ഒരു ബഡ്സൊക്കെ ഇപ്പോൾ കളഞ്ഞു പോവുകയാണെങ്കിൽ അതിന് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനും ഫൈൻഡ് ഇയർബഡൊക്കെ ആപ്പിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ മൈക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയത്. ഞാൻ എന്തായാലും മൈക്ക് സാമ്പിൾ ഒരെണ്ണം കേൾപ്പിച്ചു തരാം, എന്നിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ജഡ്ജ് ചെയ്യാം എന്താണ് അവസ്ഥ എന്ന്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് OnePlus Nord Buds 3Rന്റെ മൈക്രോഫോൺസിലൂടെയാണ്. കോൾ ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് അറിയോ, പൊതുവേ TWSൽ കാണാത്തൊരു കാര്യമാണ് ഇയർഫോൺസിൽ നിന്ന് വോളിയം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല എന്ന്. ഇതിനകത്ത് ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ലോ. ലെഫ്റ്റും റൈറ്റും നമ്മളിങ്ങനെ വെച്ചിട്ട്, ഇപ്പോൾ ലെഫ്റ്റ് നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കുറയ്ക്കാനും, റൈറ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂട്ടാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, സിംഗിൾ ടാപ്പ്, ഇതെല്ലാം ആപ്പിലൂടെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. സോ ഈ ഒരു പൈസയ്ക്ക് 1699 രൂപയ്ക്ക് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, ഓഡിയോ ഔട്ട്പുട്ട് നല്ലതാണ്, ഫിറ്റും ഡിസൈനും കംഫർട്ടും നല്ലതാണ്, കിടിലനായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എന്താണ് മിസ്സിംഗ് എന്ന് വെച്ചാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല, പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ആണുള്ളത്. സോ ANC എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൽ അവൈലബിൾ അല്ല. പിന്നെ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ പാട്ട് കേൾക്കുക, ചെവിയിൽ നിന്ന് ഉരുമ്പ് പാട്ട് നിൽക്കുക, അങ്ങനത്തെ ഈ ഒരു ഇൻ ഇയർ ഡിറ്റക്ഷൻ അതും ഇതിനകത്ത് മിസ്സിംഗ് ആണ്. സോ ഇഫ് യു ആസ്ക് മീ, ശരിയാണ് 1699 rupeesന് മറ്റ് ഇയർഫോൺസ് നോക്കുവാണെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിലും അതിനെ മറ്റ് ഫ്ലാഗ്ഷിപ്പ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതൊന്നും ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനേ അല്ല എന്ന്. സോ ഐ തിങ്ക് OnePlus മേ ബി തിങ്കിങ് ലൈക്ക്
അവർക്ക് എന്തായാലും നല്ല ANC ഉള്ള വേറെ ബഡ്സ് ഉണ്ടല്ലോ കുറച്ചുകൂടി ഹയർ പ്രൈസ് പോയിന്റിൽ. അപ്പോൾ ആ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്ട് നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയും നല്ല ബാറ്ററിയും ബിൽഡും ഒക്കെ കൊടുത്തിട്ട് ഒരു TWS ഇറക്കാന്നുള്ള മട്ടിലായിരിക്കാം ഈ ഒരു സാധനം ഇറക്കിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അവസ്ഥ. 1699 പ്രൈസ്. എനിക്ക് തോന്നുന്നു സെയിൽ ഇനിയും ചിലപ്പോൾ കുറയുമായിരിക്കും കേട്ടോ. എന്തായാലും പ്രൊഡക്റ്റ് സെക്ഷനിൽ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം ഈ ഒരു പ്രൊഡക്റ്റ്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് OnePlus Nord Buds 3R. അപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.